1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. പഴമയുടെ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകി ഓണം ആഘോഷമാക്കാം. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ വരാൻ പോണത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു അമ്മയും എന്ന് വെച്ചാൽ എന്റെ അമ്മയെ പോലെയുള്ള ഒരമ്മയും അവരുടെ മരുമകളും ആണ് കേട്ടോ. നമുക്കവരെ സ്വാഗതം ചെയ്യാം. മുക്ത ആൻഡ് റാണി ചേച്ചി. എത്ര കാലമായി കണ്ടിട്ട്? 10-20 വർഷമല്ലേ? അയ്യോ, ഒരു മാസം നമ്മൾ ഒരുമിച്ചായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഇരിക്കുന്നല്ലോ. എനിക്ക് ആന്റിയെ കാണുമ്പം നമ്മൾ എസ്കലേറ്റർ ഉണ്ടല്ലോ, എസ്കലേറ്റർ കാണുമ്പോ അമ്മയെ ഓർമ്മ വരും. കാരണം നമ്മൾ ഏത് കൊല്ലം പോയേ? 2000 ആണെന്ന് തോന്നുന്നല്ലേ? 2002 അങ്ങനെ എന്തോ. അപ്പം ഇവിടെ എസ്കലേറ്റർ ഒന്നും ഇല്ല, നമ്മളെ നാട്ടിൽ അതൊന്നും വന്നിട്ടില്ല. സംഭവമായിരുന്നു അവിടെ. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാനുണ്ട്, കാവ്യുണ്ട്, ഭാവനയുണ്ട്, റീമയുണ്ട്, പിന്നെ ആരാ, ജ്യോതി ചേച്ചിയുണ്ട്, എല്ലാവരും അമ്മമാരുണ്ട്. പക്ഷെ ഇവരൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കേറും. ഞങ്ങൾക്ക് അറിയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ കേറില്ല. എവിടെ പോയാലും 1/2 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ? ശരിക്കും പറഞ്ഞാൽ ആദ്യം കാണുമല്ലോ ഇങ്ങനെ ഒരു സംഭവം. അല്ല, റീമി അത് കണ്ടതേ പുറകോട്ട് ഓടി. ഞാനും എന്തോ ഒരു പാമ്പിനെ ചോട്ടിയോലെ ഞാനും വരൂല. ഞാൻ മണിച്ചേട്ടൻ കലാപം മണിച്ചേട്ടനൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു മര്യാദക്ക് കയറും. ഞാൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണ്ടോ, ഞങ്ങളൊക്കെ താഴെ ഉണ്ട്, ഇത് മേലെ നിൽക്കുന്നുണ്ടോ? മര്യാദക്ക് കയറിക്കല്ല, ഞാൻ പിടിച്ച് വലിച്ചു. എന്റെ ദേവി, എന്നാലും ഞാൻ കേറൂല, കേറില്ല. പിന്നെ അമേരിക്കയിൽ എവിടെ എങ്ങാണ്ട് പോയപ്പോഴാ ആരാണ്ട് പിന്നെ MG സുമാർ സാർ പറഞ്ഞേ, ഞാൻ സാരി ആയിരുന്നല്ലോ, ഈ സാരി ഉടുത്തോണ്ട് കേറിയാൽ ഒരു പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ സാരി ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ അതിന്റെ അകത്തോട്ട് കറങ്ങി അങ്ങനെ. അയ്യോ, എനിക്കതൊരു ദൈവമേ, രാത്രി ഉറക്കം പോലും ഇല്ലായിരുന്നതേ. ഞാൻ എങ്ങനെ ഇതേ കയറും നിർത്തോണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഏതോ ഒരു ലോകത്തിൽ എത്തിപ്പെടല്ലേ, ഫ്ലൈറ്റിൽ തന്നെ നമ്മള് അപ്പഴാ കേറുന്നല്ലേ? അറിയില്ല. ചേച്ചിക്ക് ഫ്ലൈറ്റിൽ കേറുന്ന പേടി ഇപ്പോഴും മാറിയില്ലേ? നമ്മളീ മറ്റേ ലുലുമോളി പോകുന്ന പോലെയാണ് ചേച്ചി ഓരോരോ സ്ഥലത്തൊക്കെ പോകുന്നത്. അവളൊരു 10,000 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞോണ്ട് ചുമ്മാ പറഞ്ഞ കാറും ഭയങ്കര പേടിയായിട്ടും. ഞാനിപ്പോഴത്തെ എന്റെ ഒരു ഇതുണ്ടല്ലോ, ഈശോയുടെ ഒരു കുരിശുണ്ട്. ഈ കുരിശ് വെച്ച് ഞാൻ എല്ലായിടത്തും ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കും. ഞാൻ ധൈര്യം സംഭരിച്ചിരിക്കും. പക്ഷെ എക്സലൈറ്റ് ഉണ്ട്, ഇപ്പൊ പേടി പോയി. വേറൊരു കാര്യം എന്താ പറയാ, ഇൻഫ്ലുവൻസറാ. ഞാൻ പിന്നെ നോക്കി റീമി ടോമിയുടെ അമ്മ തന്നെയല്ലേ. എന്നിട്ട് ഞാൻ എന്റെ അമ്മയോട് അമ്മനാണല്ലോ അല്ല, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന, പക്ഷെ ഇങ്ങനെയൊക്കെ ഇവിടെ വരുമെന്നോ ഞാൻ സ്വപ്നം പോലും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ. അന്ന് ഡാഡി ഉണ്ടല്ലോ, മിണ്ടില്ലായിരുന്നു. ഡാഡി ഉള്ളപ്പോ ആ ഒരു വേറെ ആയിരുന്നു അല്ലേ? ശരിക്കും ഞാൻ അറിയ പോലില്ല. മമ്മി പാട്ടൊക്കെ പാടി വീടിനകത്ത് ഭയങ്കര ഞാനാണ് പണ്ടേ ഏറ്റവും ആക്റ്റീവ് ഞാനാ. അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പുറത്ത് അത്ര പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു പാട്ട് പാടാൻ വീട്ടിൽ എന്ത് തന്നോട്ട് പാടുന്ന പറയും, ഇവിടെ പാടുവാണ്ട് കരയുന്ന പോലെ ഇരിക്കും. അതെന്നാന്ന് എനിക്കറിയത്തില്ല. അവരടുത്ത് റീമ അവിടുന്ന് പറയും, മമ്മി ഈ അഭിനയിച്ച് സംസാരിക്കരുത് കേട്ടോ മമ്മി, എങ്ങനെയാണോ സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് ക്യാമറ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്റെ വേറെ ഏതോ മുഖം അങ്ങനെയൊക്കെ ആവും. പക്ഷെ എന്നാലും ഇച്ചിരി പേടിയുണ്ട്. എന്നാലും ഞാൻ ഇങ്ങനെ നിൽക്കും. പക്ഷെ എല്ലാവർക്കും ദൈവമേ, എന്റെയും കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ എന്നിവിടെ കൊണ്ടുവന്നതിനും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോ ചെയ്തത് ഇവിടെ. അതിന് എല്ലാവർക്കും ആന്റി ഇൻഫ്ലുവൻസറാ, ചെറിയ ആളൊന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിൽ ആർക്കും അറിയാത്ത റാണി ടോമിന്ന് അടിച്ചു നോക്കിയത് വരുമല്ലേ അങ്ങോട്ടേക്ക്. ശരിക്കും ഇതിന്റെ ഉത്ഭവം എവിടെന്നാന്ന് ചോദിക്കും. അത് ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു റീൽസ് ചെയ്തായിരുന്നല്ലോ. അതാരുടെയായിരുന്നു? ലീല ചേച്ചിയുടെ, പുളിപ്പുള്ളി ലീല, അവരുടെ ഒരു റീല് ചെയ്താണ് ഞങ്ങൾ തുടങ്ങിയത്. അതെ അതെ. എന്റെ അപ്പച്ചൻ വലിയ പാട്ടുകാരനായിരുന്നു. പക്ഷെ ആ പാട്ട് മുഴുവൻ റീമിക്കാണ് കിട്ടിയേക്കുന്നത്. ഞാൻ ബൈക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാന്നേ എല്ലാവർക്കും. ആന്റിയെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് റിമി എന്നുള്ള ഒരു ഉത്ഭവം വന്നത് എവിടെന്നാണെന്നുള്ളത്. അത് കൂടുതൽ ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട്, ചുമ്മാതല്ല. അതായത് കമന്റ്സ് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ചേച്ചി ഇത്ര എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്, പെർഫോം ചെയ്യുന്നതെന്നൊക്കെ ഒരാള് വീട്ടിലില്ലാണ്ട് പറ്റില്ലല്ലോ. ആന്റി കുക്ക് ചെയ്യോ? പിന്നെ പപ്പടം, ചമ്മന്തി എല്ലാം മൾട്ടി. ഞാൻ അത്യാവശ്യം നല്ല കുക്ക് ചെയ്യുന്നു. മുത്തിന്റെ അമ്മ ഭയങ്കര
കുക്കിംഗ് എല്ലാം നല്ല സൂപ്പറാ. മോളെ വിശേഷമൊക്കെ പറഞ്ഞേ. സുഖം, എനിക്ക് സുഖം. നിങ്ങളുടെ വിശേഷം അറിയാനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മോളുടെ മോളും കൂടി ഞങ്ങൾ രണ്ടുപേരും ചേട്ടത്തേനിയാണോ ഇത് അനീതിയാണോ അതെ. എനിക്കറിയാമല്ലോ. എന്റെ അമ്മ. ശരിക്കും മോളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നല്ല ഷേപ്പൊക്കെ കണ്ടേ. ആന്റി ഇത് പറയുന്ന കേട്ടോ ആൾക്കാർ ഞാൻ പണ്ട് സുന്ദരി അല്ലാന്നൊക്കെ വിചാരിക്കും. ഇല്ല സുന്ദരി അന്നും അതെ ഇന്നും അതെ. ഞാനടുത്ത് മോളുടെ ഇനി അനീതി ഉണ്ടോ അമ്മ പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. ഞാൻ റീമി അടിച്ചു മോളെ നിത്യാവസന യോ പിള്ളേരോ ദൈവമേ കണ്ട പറയല്ലോ ഞാൻ പറഞ്ഞു. അപ്പൊ പറയാ ഒരു മോനും കൂടി ഉണ്ടോ. ആന്റി എന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്ക മാങ്ങ മാങ്ങാക്കറി. വെണ്ടയ്ക്ക മാങ്ങാക്കറിയാണ്. പാൽക്കറി തേങ്ങാപ്പാലിന്റെ കറി. ആന്റി ഇങ്ങനെ ഓരോന്ന് കുക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വീട്ടില് അല്ലേ? പിന്നെ ഞാൻ അവിടെ എല്ലാവർക്കും ഭക്ഷണം എല്ലാവരുടെയും ഹെൽത്തൊക്കെ ഞാൻ കാരണമല്ലേ. അപ്പൊ റീമി ഇങ്ങനെ മെല്ലിരിക്കുന്ന ആന്റി ആണോ? റീമി പറയോ എന്റെ പൊന്നെ ഈ മമ്മി ഓരോന്നും ഉണ്ടാക്കരുതേ ഉണ്ട്. ഞാൻ ഈ ചക്കപ്പഴമൊക്കെ നല്ല ഇങ്ങനെ മേശയിൽ എടുത്തു. ഓ ഈ മമ്മി കൊച്ചിന് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഞങ്ങൾക്ക് കഴിക്കാലോ. എന്നാലും അവൾ ഒരെണ്ണം കഴിച്ചിട്ട് പോകും. എന്നിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ അവളില്ലാത്തപ്പോഴാണ് ഞങ്ങൾ വേറെ ഓരോ സാധനങ്ങളൊക്കെ ഈ ഉണ്ണിയപ്പോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എൻ്റെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇച്ചിരി കഴിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമാന്നാ പറയുന്നത്. ഞങ്ങളെയും കഴിപ്പിക്കില്ല കൊച്ചേ. എന്താ അവളെ കുറച്ച് ഭക്ഷണം കൊടുത്ത് തടിപ്പിക്കണ്ടേ? റിങ്കു വരുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ പോലെ അവനോട് വരില്ല ഭക്ഷണം. അവളെ എന്നെ നല്ല ചീത്ത പറയും. ഇന്ന് വരുന്നത് അറിയോ? ആ റിങ്കുനൊക്കെ അറിയോ ആന്റി? അറിയാം. ആന്റിയോട് എന്തെങ്കിലും പറഞ്ഞു വിട്ടായിരുന്നോ? അമ്മ അത് പറയരുത് ഇത് പറയരുത് അവിടെ അത് പറഞ്ഞു എന്താ പറഞ്ഞ? മമ്മി അവിടെ പോയി ചെന്നിട്ട് എന്താ പറഞ്ഞ? കുടുംബകലഹം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഇതൊന്നും പറയരുത്. അത്രേ പറഞ്ഞുള്ളൂ. അല്ല മമ്മി ആദ്യമായിട്ടാണല്ലോ വരുന്നത്. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. സത്യം പറഞ്ഞ ഒന്നും മിണ്ടുന്നില്ല ഓർത്ത് വന്നാണേ. പക്ഷെ എനിക്ക് നിത്യക്കുട്ടീനെ കണ്ടപ്പോ ഞങ്ങൾ എത്ര കൊല്ലം മുമ്പത്തെ പരിചയം. ഇതിപ്പോ ഞാൻ ആങ്കർ ആയോ? നിങ്ങൾ രണ്ടുപേരും സെറ്റ്, നിങ്ങൾ രണ്ടുപേരും ടീം, ഞാൻ ഒറ്റയ്ക്കായി പോയോ? ഈ മോള് കാരണമല്ലേ എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്. പക്ഷെ ആന്റി ഒരു ഭാഗ്യവതിയാണ്. ഇപ്പുറം നോക്കുമ്പോ ഒരു നായിക, അപ്പുറം നോക്കുമ്പോ ഒരു സിംഗർ. എന്ത് വേണം അല്ലേ? അപ്പൊ പിന്നെ നമ്മളും കൂടി എന്തേലും ആയില്ലെങ്കിലേ ഇത് എന്തൊരു തള്ളയാ. ഈ തള്ളയുടെ വൈദ്യം തള്ളയെ കൊച്ചു വന്ന് ചോദിക്കും. അതെ നമ്മളെന്തെങ്കിലും അതിന് കാണിച്ചു കൊടുക്കണ്ടേ അല്ലേ? പക്ഷെ ഞാൻ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ച ഞാൻ എന്റെ വീട്ടിൽ എന്റെ സന്തോഷം അപ്പൊ ഞാൻ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കുക്കിംഗ് ചെയ്യുന്നു, പാട്ട് പാടുന്നു. പക്ഷെ എനിക്കറിയില്ല കേട്ടോ ദൈവം ഇത്രയൊക്കെ ആൾക്കാർ കണ്ടോന്ന് ഓർക്കുമ്പോ. പിന്നെ അതിങ്ങനെ എന്റെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞില്ല ആദ്യം വന്നപ്പോ എനിക്ക് നല്ല അറിയാം, പക്ഷെ റിമിയുടെ അമ്മയെന്ന് എനിക്ക് അങ്ങോട്ട് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. കുറേ പെൺപിള്ളേരുണ്ട് നമുക്ക് കൂട്ട് ഇങ്ങനെ കല്യാണം കഴിക്കാത്ത കുറേ എല്ലാരും ഇങ്ങനെ ഓരോ 1000 കമന്റ്സ് ഒക്കെ വന്നാലും ഉണ്ടോ ഒക്കെ നല്ല ഒരെണ്ണം പോലും ചീത്ത പറയുന്നില്ല. എന്തിനാ പറയുന്നത്? നമ്മളുടെ ലൈഫ് നമ്മളുടെ സന്തോഷല്ലേ, നമ്മള് നല്ല രീതിയിലല്ലേ പോണതും നല്ല കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കൂല്ലേ നമ്മള്? പിന്നെ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുള്ള 2 ഡാൻസ് ഉണ്ടാവുന്ന മാത്രം. പക്ഷെ ഞങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു ദിവസം. ഞാൻ മമ്മി ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഞാൻ അപ്പൊ അതിൽ കണ്ടു എന്തോ പഠിക്കാൻ. എനിക്ക് പാലയില് ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു, ചിദംബരം ഡാൻസ് സ്കൂള്. പിന്നെ ടോമിസിനുള്ളപ്പോ ഞാനൊരു നോക്കറിയത്തില്ലായിരുന്നോ ഞങ്ങള് വീടിന്റെ മേളില് ഷീറ്റ് ഇട്ടിട്ടേ. അപ്പൊ അവിടെ 2-3 കൊല്ലം ഡാൻസ് പഠിപ്പിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നാന്നറിയാവോ? ഡാൻസ് പഠിപ്പിക്കണേ ഈ പിള്ളേരൊന്നും പൈസ തരികയല്ല. എന്നാന്ന് വെച്ചാല് ഈ അമ്മമാരെന്നാണ് പിള്ളേരെ ഇത്രയും കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിട്ടേക്കും. പിള്ളേരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ലോ ഫീസ്. ഞാൻ വേറൊരു സാറിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാറിന് വരുമ്പോ ഞാൻ ഫീസ് കൊടുക്കണ്ടേ? പക്ഷെ ഞാൻ എനിക്ക് പൈസ എടുക്കാനല്ല, സാറിന് വരുമ്പോ സാറിന് ഈ പിള്ളേരുടെ മേടിച്ചു കൊടുക്കാൻ. പക്ഷെ ഫുള്ള് ഞാൻ സാറിന് കൊടുക്കണം. 2 കൊല്ലം കയ്യിന്നെടുത്ത് കൊടുക്കണം. പൊട്ടിന്ന് വെച്ചാല് അല്ലല്ല തലേദിവസം വരെ ഉണ്ടായിരുന്നു. ടോമിച്ചേട്ടൻ മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് പാലായിന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ കൊച്ചിയിലേക്ക്. അച്ഛൻ മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്ന് അല്ല ടോമിച്ചൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പക്ഷെ എന്നാലും ടോമിച്ചൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ പാലായിന്ന് തീർത്തും ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങളങ്ങ് നിർത്തി അവിടെ. ഇനിയിവിടെ പുതിയതായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. തുടങ്ങാനൊന്നും താല്പര്യമില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിക്കാം. ഒരു പണിഷ്മെന്റ് ആണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ പാട്ട് പഠിച്ചോണ്ട് നടക്കില്ലേ. അപ്പൊ ഞാനിങ്ങനെ മരിക്കുന്നോടം വരെ എന്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ഓടുന്നോടം വരെ അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നമുക്ക് നടക്കാൻ പറ്റുന്ന പറയുന്നത് തന്നെ വലിയ ഭാഗ്യമല്ലേ. നമുക്ക് ചിന്തകൾ വരും, സത്യം നമ്മളെ നെഗറ്റീവ് ചിന്തകൾ വരും. അല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാന്ന് പറയണത് ഒരു ഭാഗ്യമല്ലേ അല്ലേ? കിടക്കുന്നതിനേക്കാളും നല്ലല്ലേ? പിന്നെ നമ്മുടെ പേരക്കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും ആന്റി. അതുകൊണ്ടാണ് യങ് ആയിട്ട് പേരക്കുട്ടികൾക്കൊക്കെ ഡാൻസ് പറഞ്ഞു കൊടുക്കും. പിന്നെ കുഞ്ഞു പിള്ളേരോടെ അല്ലേ നമ്മളും കളിക്കുന്നേ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഉണ്ടാക്കാം. ഓക്കെ, ഞങ്ങളെ കാക്കണമേ. എനിക്ക് ഏറ്റവും ഇഷ്ടം കുക്കിംഗ് ആകട്ടോ. അത് നമ്മുടെ അമ്മമാരുടെ ഒരു സ്പെഷ്യൽ കൈപ്പുണ്യമുണ്ട്. കൈപ്പുണ്യം. അമ്മയ്ക്ക് കൈപ്പുണ്യം ഉണ്ടോ? പിന്നെ നല്ല കൈപ്പുണ്യമല്ലേ ഇരിക്കുക. ഈസ്റ്റർ, ഓണം,
ക്രിസ്മസ് ഒക്കെ സദ്യ ഉണ്ടാക്കും. എല്ലാം അത് ഇവര് കുഞ്ഞായിരുന്നപ്പോ മുതല് ഓണത്തിന് അന്ന് മുതൽ ഈ കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. ഒരു 14 കൂട്ടം കറികൾ ഉണ്ടാക്കും. ആരെയും വിളിക്കില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരെയും വിളിക്കില്ല എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഇല്ല ആരെയും സഹായിക്കാൻ. ഈ ഓണത്തിന്റെ ഒന്നും ഈസ്റ്ററിന്റെ ഒന്നും എന്നോടാണോ കളി ഞാൻ അവരൊന്നും ഇല്ല. എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ തന്നെ ഉണ്ടാക്കും. രാവിലെ 7 മണിക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 12:30 ആവുള്ളൂ ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിയും. 12:30 കഴിയോ? അപ്പോഴത്തേനും കഴിയും. 12 മണിയൊക്കെ കഴിയും കേട്ടോ. പിന്നെ ഞാൻ പോയി കുളിച്ച് നല്ല സെറ്റ് സാരി ഒക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഇലയൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ അങ്ങ് കൊടുക്കും. മറ്റേ ഈസ്റ്ററിനൊക്കെ 5 മണിക്കൊക്കെ എണീറ്റ് ഒക്കെ അപ്പം ചുട്ട് വെച്ചിട്ടാ പോകുന്നത്. പള്ളി പോയിട്ട് വരുമ്പോ നമുക്ക് വേഗം എങ്ങനെ ഇരുന്ന് കഴിക്കാലോ. തുടങ്ങട്ടെ മോളെ? ഓക്കെ. അല്ല തവി ആന്റി ഭയങ്കര കോൺഷ്യസ് ആണോ? മമ്മി ഫാമിലി ഫുള്ള് ഇപ്പൊ ഭയങ്കര കോൺഷ്യസാ ഡയറ്റിന്റെ കാര്യത്തിലൊക്കെ. നമ്മളൊക്കെയാണ് പുറകിലോട്ട്. മുക്ത സഹായിക്കോ? പിന്നെയല്ലേ. അയ്യോ ഞങ്ങളെല്ലാരും കൂടി ഓണത്തിനൊക്കെ ചിലപ്പോ ഇവര് കറിയൊക്കെ വെച്ചോണ്ട് വരുവേ വീട്ടിൽ നിന്ന്. ഓണത്തിന് കുറച്ച് എല്ലാം കൂടെ പറ്റില്ലല്ലോ. മുത്താണ് വീട്ടിലെ എല്ലാ കാര്യവും നോക്കുന്നത് കേട്ടോ. അവിടുത്തെ സകല ഫ്ലാറ്റിലെ കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങളൊക്കെ വേണ്ട. ഞാൻ ചോദിക്കും മോളെ ആരെങ്കിലും ഒന്നും വെക്കണ്ട. വേണ്ട മമ്മി എനിക്ക് ചെയ്യാനുള്ള ജോലി. ആണോ? ജോലി ആളെയൊന്നും വെക്കത്തില്ല. പ്രത്യേക ഒരു കഴിവുണ്ട്. അപ്പൊ നമ്മുടെ വെണ്ടക്ക വഴഞ്ചു. വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റി. അപ്പൊ അതിനു മുമ്പ് നമ്മള് എന്തോന്നാ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി വഴറ്റി, സബോള എല്ലാം വഴറ്റി കേട്ടോ. ഇനി നമ്മൾ മാങ്ങയാണ് ഇടാൻ. അയ്യോ കണ്ടപ്പോ കൊതിയായില്ലേ? ഞാനിവിടെ ഇറങ്ങുന്നോട്ടെ. ഞാൻ പറഞ്ഞു കഴിക്കട്ടെ. കണ്ടപ്പോ ഒരു വല്ലാത്തൊരു ഫീലും. പക്ഷെ നല്ലതാ. മധുരം. മക്കൾക്കൊക്കെ എന്താ ഏറ്റവും ഇഷ്ടം? അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം എന്റെ പുളിശ്ശേരിയാ. പുളിശ്ശേരിയും ബീഫ് ഫ്രൈയും ക്യാബേജ് ഉപ്പുതാ. ഉപ്പ് കൈ തരില്ല. ഇതൊക്കെ ഉപ്പ് തരാൻ പാടില്ല, പിന്നെ തരാൻ പാടില്ല. കുത്തി കൊടുക്കണം. പിന്നെ കടുക് നിലത്തിടരുത്. കടുക് നിലത്ത് വീണ കലഹം. സ്റ്റണ്ട് ഉറപ്പാ. ഇട്ടോട്ടെ ഞാൻ കുറച്ച് മുള്ളിട്ട്. ഇനിയിപ്പം പാലൊഴിക്കുവാണോ? തേങ്ങാപ്പാല. നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇത് മതിയല്ലേ? ഇത് അല്ലെങ്കിൽ ചാറ് പറ്റി പോയി അല്ലേ? നമുക്ക് കടുക് വറ. ആ ഡയലോഗ് ആന്റിക്ക് അറിയോ? കാണാണ്ട് ഇല്ല, ഒന്നും അറിയത്തില്ല. ആന്റി അതുപോലെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഒന്ന് കടുക് വറത്തെ. ട്രൈ ഇംഗ്ലീഷിലോ? വെറുതെ എന്തായിരുന്നു? പുട്ട് സം കോക്കനട്ട് ഓയിൽ, പുട്ട് സം കടുക്, അങ്ങനെ. അത് തന്നെ. ഇപ്പൊ നമ്മള് പുട്ട് സം കോക്കനട്ട് ഇട്ടു. കോക്കനട്ട് ഇട്ടു. നെക്സ്റ്റ് പുട്ട് സം കടുക് വറ. കടുക് പൊട്ടൽ. ഇനി നമ്മൾ കുറച്ച് മുളക്, LG കായപ്പൊടിയും മുളക് പൊടിയും. നല്ല മണം അല്ലേ? ഈ കായൊക്കെ ഉണ്ടല്ലോ, നമ്മള് കുറച്ച് വെള്ളത്തിൽ കലക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറമ്പിലൊക്കെ ഒഴിച്ചാണ്ടല്ലോ പാമ്പ് വരികയല്ല. അയ്യോ ഇതിന്റെ മണം കേട്ടാ പാമ്പ് അങ്ങനെ ഇഴയന്തുക്കളൊന്നും വരില്ല. ഹായ്. അല്ല, ഉപ്പൊക്കെ നോക്കുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ടേസ്റ്റ് ഒക്കെ നോക്കിയോ? ഒരു ഗെയിം സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യാൻ പോണത് ദംഷ്രാട്സ് ആണ്. എന്നോട് കുക്കിംഗ് മാത്രമേ ഉള്ളെന്നാണല്ലോ പറഞ്ഞത്. അത് അവരല്ലേ ഞാനല്ലേ തരുന്നത്. ശരി, ഞാൻ അവരല്ല. അപ്പൊ ആർക്ക് ആദ്യം വേണ്ടേ? മമ്മിക്ക് കൊടുത്തോ? മമ്മിക്കാണ് ആദ്യം. ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നാ പോരെ? അപ്പൊ ഞാൻ ആക്ഷൻ കാണിക്കണം അല്ലേ? ഞാൻ നോക്കരുത്. പിന്നെ ഇതിൽ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിൽ ആരാ അഭിനയിച്ചെന്ന് പറയാൻ പാടില്ല. നമ്മൾ വാ തുറക്കാൻ പാടില്ല കേട്ടോ. ആക്ഷൻ കാണിക്കാം, പക്ഷെ വാ തുറക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഈ ഫോട്ടോ കാണാതെ എങ്ങനെയാ? അത് എന്റെ ആക്ഷനിൽ കൂടെ മമ്മി മനസ്സിലാക്കണം. പിന്നെ നടന് നടി അങ്ങനെ ഒന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല. ക്ലൂ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ കിട്ടും? അത്രയും വളരെ ബുദ്ധിമുട്ടുള്ള ഘട്ടം വരികയാണെങ്കിൽ നമുക്ക് അപ്പാലേക്കാം. ആദ്യം ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് പേര്. ഇത് മുക്തയ്ക്ക് കാണിച്ചു കൊടുത്തോളൂ. ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. വാ തുറക്കാൻ പറ്റില്ല. അഭിനയിച്ച് കാണിക്കാം. പഴയതാണോ പുതിയത്? ആദ്യം തന്നെ അത് പറഞ്ഞു കൊടുത്തോ. പുതിയത്. ഇതെല്ലാം കൊണ്ട് ഓക്കെ ആണെന്ന്. ഓക്കെ അല്ലേ? മോഹൻലാൽ അല്ലേ? പുതിയ പടം. അടുത്തത്
മോഹൻലാൽ നെക്സ്റ്റ് അഭിനയിക്കാൻ പോകുന്ന സിനിമ ഏതാന്ന്? ആ ദേഷ്യം പിടിച്ചു. ഡാൻസ് ഉണ്ട്. ഡാൻസ് ഉണ്ട്. ലാലേട്ടൻ ആദ്യമായിട്ട് ഡാൻസ് ചെയ്ത സിനിമ ഏതാന്ന്? ആ, ടൈമുണ്ട്. ഡാൻസ് ഉണ്ട്. തോം തോം തോം. അതാണോ? മണിച്ചിത്രത്താഴ്. ആ മണിച്ചിത്രത്താഴ്. കാണിക്കരുതേ, എനിക്ക് വിശ്വാസമില്ല. മോഹൻലാലിന്റെ പടമല്ലേ? ആ ആ മോഹൻലാലിന്റെ അടുത്തത് പ്രണവ് മോഹൻലാൽ. ഭ്രമരം. ആ. ഇപ്പൊ ഇറങ്ങിയ പടം ഇന്നലെ. ആ തുടരും. ശോഭന ചേച്ചിന്റെ ഞാൻ വേറെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞത് ഏതാ? തുടരും. ദേവി രക്ഷിച്ചു മോള്. നോക്കരുത്. വാക്കേ സിനിമ പോലും കണ്ടിട്ടില്ല. മമ്മി പുതിയ സിനിമയാണോ പഴയ സിനിമയാണോ? പഴയ സിനിമയാണോ? ഒരു ഇടത്തരം. ഉണ്ടായിട്ടില്ല. നടൻ ആക്ഷൻ കാണിച്ചാ മതി. സുരേഷ് ഗോപി. കല്യാണം കഴിക്കുന്ന 2 പേരുള്ള ഡബിൾ റോള്. ആ തുറന്നാൽ അടിയാണ്. നടി നല്ല ഹൈറ്റ് ഉള്ള. നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള. ഒരു ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്നില്ലേ? നവിനൊക്കെ പറഞ്ഞു കൊടുക്കാം. ഡയറക്ടർ ഒക്കെ പറഞ്ഞു കൊടുക്കാം. ആന്റി മൂന്നാമത്തെ വാക്ക് കാണിച്ചു വന്നാല്. ഭക്ഷണം. മൂന്നാമത്തെ ഉണ്ണുന്ന. ഭക്ഷണം കഴിച്ചിട്ട് പറന്നു പോയിക്കോന്ന്. നല്ല സ്വാദ്, നല്ല ടേസ്റ്റ് ഉള്ള. അത് ശരിയാണോ? നല്ല ടേസ്റ്റ്. അതെന്താ അതിന്റെ മധുരം? മധുരം. എന്നിട്ട് വിഷമം. ആകാശോ? കാറ്റ്. മധുര നൊമ്പര കാറ്റ്. അങ്ങോട്ട് നോക്കി. അതെ പിടിച്ചോളൂ. വെരി സിമ്പിൾ. എന്റെ ഈശ്വരാ, ഞാൻ പറഞ്ഞാ മതിയായിരുന്നു. പണ്ടത്തെ ആണോ? ഒരു ഇടയ്ക്ക്. മുക്ത എന്തിനാ കല്യാണം കഴിച്ചതെന്ന്? കല്യാണം കഴിച്ച് ആ 3 കുട്ടികളാ. 3 കുട്ടികളോ? ആ 3 പേരല്ല, അല്ലാതെ മമ്മി. ഞാനും 3 കുട്ടികളും. എന്തിനാ ജീവിക്കുന്നോ? എനിക്ക് തോന്നുന്നു എന്നാ ഈ 3 കുട്ടികളായിട്ട് എന്തിനാ അങ്ങനെയാ കാണിക്കുന്നത്. വീട്ടിൽ നിന്ന് ചോദിക്കാൻ വിചാരിച്ച ചോദ്യം. ഞാനും വാക്ക് പിടിച്ചെന്നാല് അതാ നല്ല. പാട്ട് പാടുന്നു. റീമി അഭിനയിച്ച പടമാണോ? ഞാൻ പടത്തിന് അഭിനയിച്ച പടം. ഏതാ പേര്? ജയറാമുള്ളത്. നമ്മള് മറന്നു വളരെ തല്ലിക്കൊല്ലും പേര് പറഞ്ഞില്ലെങ്കിൽ. പേര് പറഞ്ഞില്ലെങ്കിലും വെറുതെ അല്ലോ, വെറുതെ വരിയല്ലോ. 3 പോയിട്ട് 7 ആയാലും 3 ആയിരുന്നു. എനിക്ക് 7 പിള്ളേരോ? ഞാൻ വേറെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? അല്ല, റീമിയുടെ പടമല്ലേ? റീമി അഭിനയിച്ച പടം ജയറാമുള്ളത്. ഈ പടത്തിന് പേരാ പറയുന്നത്. ചേച്ചി കൊല്ലും. പേര് പറഞ്ഞില്ല, അവളെ അങ്ങോട്ട് കേറ്റിയല്ല എന്നെ. ഒന്ന് പറഞ്ഞാ മോളെ. അല്ലടാ, വാക്ക് വാക്കായിട്ട് പറയിപ്പിക്കാൻ പറ്റുമോ നോക്ക്. അങ്ങനെ പറ, അങ്ങനെ പറ. മോളെ ഇച്ചിരി അൽഷിമേഴ്സിന്റെ ഒന്നുമില്ല. ഓക്കെ.
ആ, ഇത് ചന്ദ്രകല. ആ ആ, ആ, ആ ചന്ദ്രകല. ആ. 1 2 3 4 5 6 7 ഏതാണ്? ഇന്ന് എന്താന്ന് അവള് ചോദിക്കുന്നേ? ഇന്നോ? ആ ഷൂട്ടിംഗ് അല്ലേ? അത് എനിക്കറിയാം, അതൊരു സിനിമയുടെയൊക്കെ കാര്യങ്ങളല്ലേ അതാ പടത്തില്. ആ ഇന്ന് എന്താന്ന് അവള് ചോദിക്കുന്നേ? ഈ 7 ഇന്ന് എന്താ? 7 ഇന്ന് എന്താണെന്നോ? ആ വീട്ടിലേക്ക് വേട്ടാ എന്താണ് കുട്ടി? എന്താ ഇന്ന് എന്താണ്? ഇന്നെന്താ? മമ്മി? ആ ഇന്ന് എന്നാ പറയുക? ഇന്ന് എന്ത് ദിവസം? ഓ, അമ്മ ചോദിച്ച അമ്മയ്ക്കുള്ള പണിഷ്മെന്റ് ഇന്ന് എന്താ അയ്യോ ദിവസം? തരല്ലേ, ചൊവ്വ ചൊവ്വ. ആ, അപ്പൊ ഇന്നലെ എന്താ? ഇവിടെ നോക്ക്. എനിക്കറിയാം, തിങ്കൾ മുതൽ വെള്ളി വരെ. അല്ല പിന്നെ തോറ്റു. ആണോ? അത് ഞങ്ങൾ ഇത്രയും സിനിമ അത് തന്നെ അതന്നെയല്ലേ? ഞങ്ങൾ ഇത്രയും സമയം പോയല്ലേ? ഒത്തിരി സമയം എടുത്തു. ഇങ്ങനെ കാണിക്കാം, 3 കാണിച്ചിട്ടും. അപ്പൊ ഇനി അർത്ഥമില്ല. ഒരുപാട് ഇനി ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്. ഇനി എനിക്കുണ്ടോ? അല്ല ഇത് അമ്മ അഭിനയിക്കണം. വാ ഇനി മുക്ത. മുക്തത് അമ്മയ്ക്ക് കാണിച്ചു തരും. ചെറുതാ. ഏറ്റവും പഴയ സിനിമയാണ്. അയ്യോ എനിക്ക് അറിയത്തില്ല. അങ്ങനൊന്നല്ല, അറിയും. എന്റെ ദേവേ ഞാൻ മരിക്കുന്നത്. പുതിയ പടാണോ പഴയ പടാണോ? പഴയ പടം. പഴയ പടം എനിക്ക് അറിയത്തില്ല. എന്റെ പടാണോ? എന്റെ പഴയ എനിക്കും ഉണ്ടാവോ? ഞാൻ വിടരുത്. അച്ഛൻ ഉറങ്ങാത്ത വീട്, നസ്രാണി. ആഹാ, അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന് പാടില്ല. ഞാനൊന്നും മുക്ത പറഞ്ഞില്ല. അഭിനയിച്ച സിനിമയാണോ അത്? അല്ല, ഇത് മലയാളാണേ. ആന്റി ഒന്നാ. ഓക്കെ ഓക്കെ, ഇന്ന് ആന്റിയുടെ ഇഷ്ടത്തിന് പറഞ്ഞോ. ആ ഞാൻ പറയാം. ആ വാ തുറക്കരുന്നേ. താമരഭരണി. കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. അത് അടിപൊളി. അഭിനയിച്ച പടമല്ലേ? അതെ, പിന്നെ അത് മലയാളം. distract ചെയ്യുന്ന മമ്മിനെ. മമ്മി പറയാതിരിക്കാൻ. റിമിയുടെ സിനിമ ഓർമ്മയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഓർമ്മ കാണത്തില്ല. ഇത് നമ്മൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റും. ആ മറ്റേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 3 അവളെന്നെ ഓടിക്കാം. ഞാൻ പറഞ്ഞു കേട്ടോ അവസാനം. ഇല്ല, ഞങ്ങൾ അത്രയും അങ്ങ് ഗതികെട്ട് പറയിപ്പിച്ചതാ. പക്ഷെ അതിനൊരു പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. എനിക്കോ? യെസ്. ആ പറ. പക്ഷെ പണിഷ്മെന്റ് രണ്ടാളും പങ്കെടുക്കണമെന്ന് മാത്രം. പായസം കുടിക്കാനാണോ? അല്ലല്ല ആന്റി, അത് ഞാൻ ഉണ്ടാക്കുന്ന. ആണോ? അത് പണിഷ്മെന്റ് ആവോ ആന്റി? ഇല്ല ഇല്ല. ഓക്കെ, അല്ല നല്ലത് തരട്ടെ എന്ന് ഓർത്താണ്ട. നല്ല മധുരം തരുവാണെങ്കിൽ. അല്ല നല്ല പണിഷ്മെന്റ് ആന്റിക്ക് തരാമോ? ആന്റിക്ക് തരാൻ പോണ പണിഷ്മെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയലോഗ് തരും. അത് നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അഭിനയിച്ച് കാണിക്കാം. അത്രേ ഉള്ളൂ. ഇപ്പൊ ടാസ്ക് എന്താന്ന് വെച്ചാല് നമ്മള് 6-ാം തമ്പുരാനിലെ ഒരു ഡയലോഗ് പറയും. മോളെ, തോൽവി എന്റെ ജീവിതത്തിൽ ഇല്ല. ഇല്ല, അപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പ്രോംപ്റ്റിംഗ് വേണോ? ആ വേണം വേണം, പറഞ്ഞോയോ. എന്ത് പറഞ്ഞാലും ചെയ്യും. ചെയ്യില്ല എന്ന് പറയില്ല. എന്ത് പറഞ്ഞാലും ചെയ്യും. ആരാ ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കൻ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മളാരണവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രതിഷ്ഠപ്പെട്ടതോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷക്ക് ഭഗവതിയെ നേരിട്ട് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. സത്യം. ആ സ്ത്രീത്വം തുളുമ്പുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുകൊട്ടായിരിക്കണം. കാണുന്നവർക്ക് ഇത് വെള്ളരിക്ക കണ്ടത്തിലെ കണ്ണീർ പോലെ. പോലത്തെ അടിച്ചലിക്കരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിനുള്ളിലായതുകൊണ്ടേ ഇതിനുള്ള മറുപടി ഞാൻ പറയണില്ല. കൊല്ലത്തെ തമ്പുരാട്ടിയാടോ മാഷേ. മമ്മി അടുത്ത ഡയലോഗിന് ഇങ്ങനെയൊക്കെ അടിപൊളി, അടിപൊളി, അടിപൊളി. ഞാനൊരു പായസം ഉണ്ടാക്കി തരാണ്. ഇളനീർ പായസമാണ് കേട്ടോ. മിൽക്കി മിസ്റ്റിന്റെ കുറച്ച് നെയ്യ് ഞാൻ അതിലേക്ക് ഇടുവാണേ. മിൽക്കി മിസ്റ്റിന്റെ കണ്ടൻസ് മിൽക്കാണ്. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതിന് കുറച്ച് ഇട്ടാ മതി. അതിന്റെ ആ ഒരു ടേസ്റ്റും ഇതൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ എന്റെ പായസം റെഡിയാണ്. ആന്റിയുടെ കറി റെഡിയാണ്.
പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു 2 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണത്. സൂപ്പർ ആയിരിക്കും. പിന്നല്ല, സൂപ്പർ. ഇത് ജസ്റ്റ് ഇളനീരിന്റെ ആ മലായിയാണ്. നമ്മൾ ആ കുക്ക് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഭയങ്കര സൂപ്പറാ. അതോ പെട്ടെന്ന് ഞാൻ ഇത്ര മാത്രമേ കണ്ടുള്ളൂ. വെറുതെ ഇങ്ങനെയാ എന്താ ഉണക്കമുന്തിരി അത് മാത്രം ഒന്ന് ഇങ്ങനെ വറുത്തു ഇട്ടു, പായസമായി. ഓക്കെ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കറി. ഓക്കെ, താങ്ക് യു. ഇതെല്ലാരും കഴിക്കണം കേട്ടാ. എല്ലാവർക്കും എവിടെ നമ്മളിവിടുത്തെ ആൾക്കാർക്ക് ഇവിടെയല്ല, അല്ലാതെ ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ അല്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ഇന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. LG കായത്തിന്റെ ഒരു ഗിഫ്റ്റ് റാമ്പറാണ്. വലിയ കായോ? ഇത് ആന്റി ഉപയോഗിക്കാറുണ്ടോ കായ? കായ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കായം തന്നെയാണോ ഉപയോഗിക്കാറ്? ഇത് തന്നെ. അപ്പൊ ഈ ഹാമ്പറിൽ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇന്നൊരു അടിപൊളി എപ്പിസോഡ് ആയിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വക ഓണാശംസകൾ.